നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് കൺജക്ഷൻസ്. സോ നമുക്ക് എന്താണ് കൺജക്ഷൻ എന്ന് ആദ്യമായിട്ട് നോക്കാം. സീ ഹിയർ, കൺജക്ഷൻസ് ആർ യൂസ്ഡ് ടു കമ്പൈൻ ടു ഓർ മോർ ഒബ്ജക്ട്സ്, ഫ്രേസസ് ഓർ ക്ലോസസ്. അതായത് രണ്ടോ അതിൽ അധികമോ ക്ലോസസിനെയോ ഫ്രേസസിനെയോ അതോ ഒബ്ജക്ട്സിനെയോ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ conjunctions ഉപയോഗിക്കുന്നത്. It can also be termed as connectors as they are used in sentences to make connections. അതായത് ഇതിനെ നമുക്ക് കണക്ടേഴ്സ് എന്നും വിളിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് സെന്റൻസസിൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ കണക്ടേഴ്സ് എന്നും വിളിക്കാവുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസുകളോ വാക്യങ്ങളോ ബന്ധിപ്പിക്കുന്നതിനോ ഒരേ ക്ലോസിനുള്ളിൽ പദങ്ങൾ ഏകോപിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൺജക്ഷൻ. അതായത് ക്ലോസുകളോ വാക്യങ്ങളോ ബന്ധിപ്പിക്കുന്നതിനോ ഒരേ ക്ലോസിനുള്ളിൽ പദങ്ങൾ ഏകോപിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൺജക്ഷൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൂടാതെ, പക്ഷേ, എങ്കിൽ എന്നൊക്കെ നമ്മൾ നോക്കാം. നമുക്കിത് കുറച്ച് എക്സാമ്പിളിലൂടെ, നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. See here, Ram and Geeta visited Taj Mahal last month. രാമും ഗീതയും കഴിഞ്ഞ മാസം താജ്മഹൽ സന്ദർശിച്ചു. സോ ഇവിടെ ആൻഡ് എന്ന കണക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ രാമും ഗീതയും കഴിഞ്ഞ മാസം താജ്മഹൽ സന്ദർശിച്ചു. സോ ആൻഡ് ഈസ് ദ കൺജക്ഷൻ ഹിയർ. ഓക്കെ, നമുക്കിനി കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺജക്ഷൻസ് ഏതാണെന്ന് നോക്കാം. ആൻഡ്, ഓർ, നോർ, ബട്ട്, യെറ്റ്, സോ, ബിക്കോസ്, സ്റ്റിൽ, നോട്ട് ഓൺലി, ബട്ട് ഓൾസോ, ആസ്, വെൻ, വൈൽ, ആസ് സൂൺ ആസ്, ഇഫ്, അൺലെസ്, ഇൻ കേസ്, ഇൻ അഡീഷൻ ടു, whereas, though, although, until, before, after, even if, rather than, so that, either or, as if, neither or, whether, or else, however, moreover, apart from that. ഇവയൊക്കെയാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കൺജക്ഷൻസ് അഥവാ കണക്ടേഴ്സ്. നമുക്കിത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. See here, Ram and Geeta visited Taj Mahal last month. രാമും ഗീതയും കഴിഞ്ഞ മാസം താജ്മഹൽ സന്ദർശിച്ചു. ഇവിടെ നോക്കൂ, റാം ആൻഡ് ഗീത, രാമും ഗീതയും. വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് മന്ത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് ആൻഡ് എന്ന കണക്ടറാണ്, അല്ലെങ്കിൽ ആൻഡ് എന്ന കൺജക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ലെറ്റ്സ് സീ another example. He did not go to school today because he was not keeping well. അവന് സുഖമില്ലാത്തത് കൊണ്ട് അവൻ ഇന്ന് സ്കൂളിൽ പോയില്ല. അവന് സുഖമില്ലാത്തത് കൊണ്ട് അവൻ ഇന്ന് സ്കൂളിൽ പോയില്ല. So he did not go to school today. അവൻ ഇന്ന് സ്കൂളിൽ പോയില്ല because, എന്തുകൊണ്ടെന്നാൽ he was not keeping well. അവന് സുഖമുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിവിടെ ഈ രണ്ട് ക്ലോസുകളും കണക്ട് ചെയ്തത് ബിക്കോസ് എന്ന കണക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ക്ലോസുകളും കമ്പൈൻ ചെയ്തത്. സോ ബിക്കോസ് ഈസ് ദ കണക്ടർ ഹിയർ. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഷീ ഡിഡ് നോട്ട് ലൈക്ക് ദ ഫുഡ് യെറ്റ് ഷീ ഏറ്റ് ഇറ്റ്. അതായത് ഭക്ഷണം ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അവൾ അത് കഴിച്ചു. അതായത് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അവൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഷീ ഡിഡ് നോട്ട് ലൈക്ക് ദ ഫുഡ്, അവൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. യെറ്റ്, എന്നിരുന്നാലും, ഷീ ഏറ്റ് ഇറ്റ്, അവൾ അത് കഴിച്ചു. സോ നമ്മളിവിടെ യെറ്റ് എന്ന കൺജക്ഷൻ, യെറ്റ് എന്ന കണക്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ക്ലോസുകളും നമ്മൾ കണക്ട് ചെയ്തത്. ലെറ്റ്സ് സീ another example. While I was walking on the street, I found an elephant. ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ ഒരു ആനയെ കണ്ടു. ഇവിടെ നോക്കൂ, while I was walking, ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ, on the street, I found an elephant. അതായത് ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ
ഒരു ആനയെ കണ്ടു. So while is the connector here. Let's say another one. Unless you study well, you will not get high marks. അതായത് നീ നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഒരു ഉയർന്ന മാർക്ക് ലഭിക്കില്ല. ഇവിടെ നമ്മളൊരു കണക്ടർ ഉപയോഗിച്ചു unless. അതായത് unless you study well, നീ പഠിച്ചിട്ടില്ലെങ്കിൽ, നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് നല്ലൊരു ഉയർന്ന മാർക്ക് ലഭിക്കില്ല. So unless is the connector here. Another one. I need flowers that are either red or pink. എനിക്ക് ചുവപ്പോ അല്ലെങ്കിൽ പിങ്ക് പുഷ്പങ്ങൾ വേണം. അതാ പറയുന്നത് അല്ലേ. I need flowers that are either red or pink. പിങ്കോ റെഡോ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് എനിക്ക് വേണ്ടത്. So either or. This is the connector here. So this is the conjunction here. Now let's see another one. As soon as she reached the railway station, the train had left. അതായത് അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. അപ്പം നമുക്കിത് she reached the railway station, the train had left. She reached the railway station, the train had left. ഇത് രണ്ട് ക്ലോസുകളാണ് അല്ലേ. അത് നമ്മൾ കണക്ട് ചെയ്തു. As soon as she reached the railway station, അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും the train had left. So we have used the connector, or we have used the conjunction here, as soon as. Let's see another example. If you do not find it interesting, you can leave it. അതായത് നിനക്കിത് താല്പര്യമുള്ളതായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. So we use the conjunction if. If you do not find it interesting, you can leave it. Let's move to another one. Unless you finish the work, you cannot go home today. അതായത് നിങ്ങൾ ഈ ജോലി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിന്ന് വീട്ടിൽ പോകാൻ കഴിയില്ല. So we use the unless as the conjunction here. We'll move to another one. Before making a final decision, just speak with your parents. അതായത് നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ, ഒരു അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കുക. So we use the conjunction before. Before making a final decision, just speak with your parents. അടുത്തത് നോക്കാം. When you are done with your work, please let me know. അതായത് നിങ്ങൾ ജോലി പൂർത്തിയാക്കുമ്പോൾ എന്നെ അറിയിക്കുക. സോ when എന്ന കൺജക്ഷനാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമുക്ക് കൺജക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ കോഓർഡിനേറ്റിംഗ് കൺജക്ഷൻ, സെക്കൻഡ് വൺ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ, തേർഡ് വൺ കോറിലേറ്റീവ് കൺജക്ഷൻ. നമുക്കിത് വൺ ബൈ വൺ വിശദമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഈസ് കോഓർഡിനേറ്റിംഗ് കൺജക്ഷൻ. നമുക്ക് എന്താണ് കോഓർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് മനസ്സിലാക്കാം. See, coordinating conjunctions are used to combine two independent clauses. അതായത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഓർഡിനേറ്റിംഗ് കൺജക്ഷൻസ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കോഓർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആർ യൂസ്ഡ് ടു കമ്പൈൻ two independent clauses. A coordinating conjunction is a conjunction that connects words, phrases and clauses that are coordinate or equal to each other. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റൻസിലെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഏതാണെന്ന് നോക്കാം. അതാണ് for, and, nor, but, or, yet, and so. നമുക്ക് രണ്ടാമത്തെ കൺജക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ. നമുക്ക് എന്താണ് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് നോക്കാം. സി, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആർ യൂസ്ഡ് ടു കമ്പൈൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് എ ഡിപെൻഡൻറ്റ് ക്ലോസ്. അതായത് ഒരു സെൻറ്റൻസിലെ ഒരു ഡിപെൻഡൻറ്റ് ക്ലോസും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഏതാണെന്ന് നോക്കാം. After, when, before, as soon as, because, as, since, though, although, even though, if, unless, until, even if, once, while, than, till,
whenever, wherever, as though, as long as, so that. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്. നമുക്കിനി കോറിലേറ്റീവ് കൺജക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. Correlative conjunctions are used to combine two phrases or parts of the sentences which have equal importance within a sentence. അതായത് ഒരു സെന്റൻസിലെ തുല്യമായ പ്രാധാന്യമുള്ള രണ്ട് ഫ്രേസസോ രണ്ട് സെന്റൻസിന്റെ ഭാഗങ്ങളോ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേറ്റീവ് കൺജക്ഷൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. Not only but also, either or, neither or, whether or, if then. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജക്ഷൻസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൺജക്ഷൻ എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി ഈ കൺജക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ പിന്നീട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, so let's see tomorrow with another video. Thank you so much.